എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വാഴപ്പിള്ളി ഒറ്റയപ്പത്തെക്കുറിച്ചാണ്. പെരുന്തച്ചൻ പണിതീർത്ത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം. ഗണപതിക്ക് പ്രാധാന്യം. ഉണ്ണിയപ്പമാണെങ്കിൽ ഒരു കൈ വലുപ്പമുള്ളതാണ് വാഴപ്പിള്ളി ഗണപതിയപ്പം. കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ വാഴപ്പിള്ളി മഹാശിവക്ഷേത്രത്തിലെ ഗണപതി ക്ഷേത്രത്തിൽ നിത്യവുമുള്ള നിവേദ്യമാണ് വാഴപ്പിള്ളി ഗണപതിയപ്പം. വാഴപ്പിള്ളി ഒറ്റയപ്പം എന്നും അറിയപ്പെടുന്നു. പഴയ തിരുവിതാംകൂർ നാണയമായിരുന്ന പണം എന്ന നാണയമാണ് ഇതിൻ്റെ അളവായി ഇന്നും കണക്കാക്കുന്നത്. വാഴപ്പിള്ളി മഹാഗണപതി പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടതാണ് ഗണപതിയപ്പത്തിൻ്റെ ഉത്ഭവ ഐതിഹ്യം. വാഴപ്പിള്ളിയിലെ തന്ത്രിയായിരുന്ന തരണല്ലൂർ നമ്പൂതിരി ശിവപ്രതിഷ്ഠയ്ക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരുന്ന കലശമാണ് മാറി ഗണപതിക്ക് ആടിയതത്രേ. മൂത്രശങ്ക മൂലം കലശസമയത്ത് ശിവക്ഷേത്രത്തിനുള്ളിൽ തന്ത്രിക്ക് കടക്കാൻ പറ്റാതെ വരികയും തത്സമയം പരശുരാമൻ ശിവപ്രതിഷ്ഠ നടത്തി അഭിഷേകം ചെയ്തുവെന്നും ഐതിഹ്യം. ഉപയോഗിക്കാനാവാതെ വന്ന ആ കലശം ഇലവന്തി തീർത്ഥക്കരയിൽ ഗണപതി സങ്കല്പത്തിൽ പ്രതിഷ്ഠ നടത്തി കലശാഭിഷേകം ചെയ്തു അത്രേ. സ്വയംഭൂവായ ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ അന്ന് ആദ്യമായി നേദിച്ചത് ഈ ഒറ്റയപ്പമായിരുന്നു. കേരളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളതിൽ ഏറ്റവും പഴയ ശാസനയാണ് വാഴപ്പിള്ളി ശാസനം. അതിനാൽ തന്നെ ചരിത്രപരമായും സാംസ്കാരികമായും ഒട്ടേറെ മുമ്പിലാണ് ക്ഷേത്രം നിൽക്കുന്നത്. മഹോദയപുരം കുലശേഖര രാജാവ് രാജശേഖരവർമ്മൻ്റെ കാലത്ത് AD 832 വാഴപ്പിള്ളി ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് ഇത് എഴുതിയതെന്ന് കരുതപ്പെടുന്നു. നന്ദി.